ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് നല്ല പണിയുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് ഒരു 10 പേർക്ക് ബിരിയാണി കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഒരു 1.5 കിലോളം റൈസ് ഞാൻ അളന്ന്, ജീരകശാല റൈസാണ്, അളന്നെടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്കതിൽ ചേർക്കാൻ വേണ്ടി സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഈ വക സാധനങ്ങളൊക്കെ ഒന്ന് തൊലിച്ച് വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ടോ. സവാളയൊക്കെ അരിഞ്ഞ് തക്കാളി എല്ലാം ഒന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കുകയാണ്. അപ്പോഴേക്കും കുറച്ച് ജോലിയൊന്ന് കുറഞ്ഞ് കിട്ടും. എന്നിട്ട് ചിക്കൻ ഞാൻ രാവിലെ തന്നെ ഫ്രോസൺ ചിക്കനാണ് എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മോൻ വന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരും. കാരണം ചിക്കനൊക്കെ ഇടയ്ക്ക് കട്ട് ചെയ്ത് തരുന്ന അവനാണ്. കാരണം കൂടുതൽ നല്ല പണിയുള്ളതുകൊണ്ട് അവൻ തന്നെ ചെയ്ത് തരും അതെല്ലാം. അപ്പോൾ എന്നിട്ട് ആദ്യം തന്നെ എൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് അവൻ കത്തിക്കൊക്കെ മൂർച്ച കൂട്ടി നന്നായിട്ടൊരു പ്രൊഫഷണൽസുമായിട്ട് തന്നെ ആ ചിക്കനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. നല്ല രീതിയിൽ കട്ട് ചെയ്ത് പിന്നെ അവൻ ബിരിയാണിയുടെ അതേ പീസിൽ തന്നെ കട്ട് ചെയ്ത് തരുന്നുണ്ട്. ഇടയ്ക്ക് എൻ്റെ അടുത്ത് സംശയം ചോദിക്കുന്നുണ്ട്, അമ്മ ഇത്ര മതിയോ, ഈ പീസ് മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന രീതിയിൽ തന്നെ അവൻ കട്ട് ചെയ്ത് തന്ന് അതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് മാറ്റി വെച്ച്. എന്നിട്ട് നമുക്ക് ബിരിയാണിയിലും അതേപോലെ തന്നെ നമ്മുടെ ചിക്കൻ മസാലയിലൊക്കെ ചേർക്കാൻ വേണ്ടി സവാള വറുത്തെടുക്കണം. അപ്പോൾ അതിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാളയിൽ നിന്ന് കുറച്ചെടുത്ത് സവാളയൊക്കെ നന്നായിട്ട് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ചിക്കൻ മസാല റെഡിയാക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ച് ഗ്രാമ്പൂ, പട്ട, ഏലയ്ക്ക, അതേപോലെ തന്നെ ബേ ലീഫ്, സവാള ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റി വരുമ്പോഴേക്കും ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം ചതച്ചതും കൂടിയൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റി നമ്മുടെ തക്കാളിയും കൂടെ അതിലോട്ട് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നമ്മളെ പൊടികളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, ചിക്കൻ മസാല ഇത്രയും ചേർക്കും. ഞാൻ കൂടുതലും മല്ലിപ്പൊടിയാണ് മുൻപിൽ നിൽക്കുന്നത്. കാരണം മുളക് പൊടി കുറച്ച് ചേർക്കാറുള്ളൂ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നമ്മുടെ കഴുകി വെച്ച ചിക്കനും കൂടി അതിനകത്തിട്ട് ഒന്ന് ഉപ്പൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കിയെടുത്ത് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തൈരും അതേപോലെ വറുത്ത് വെച്ച സവാളയും കൂടി അതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മല്ലിയിലയും പുതിനയിലയും കൂടി ഇടാം. മസാല ഒന്ന് പകുതിയായിട്ട് വെന്ത് വരുമ്പോഴേക്കും അതൊന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് റൈസ് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി വെള്ളം തിളയ്ക്കുമ്പോൾ തന്നെ അതിനകത്തേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലയ്ക്ക, ബേ ലീഫ്, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, അതേപോലെ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചും കൂടി ചേർക്കും. ഒരു ഫ്ലേവറിന് വേണ്ടി അല്പം നെയ്യും നമ്മുടെ റൈസും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് റൈസ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മസാലയുടെ മുകളിലേക്ക് റൈസ് തട്ടി കൊടുക്കാം. ഇടയ്ക്ക് നമുക്ക് വറുത്ത് വെച്ച സവാള ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് നെയ്യും ചേർത്ത് ലാസ്റ്റ് പിന്നെ പൈനാപ്പിളിൻ്റെ എസൻസും കൂടി ഞാൻ ചേർക്കും. ഒരു ഫ്ലേവറിന് വേണ്ടിയാണ്. അതൊരു 10-15 മിനിറ്റ് ദം ചെയ്തെടുത്തതിന് ശേഷം മേളിൽ നിന്ന് ഞാൻ റൈസ് മാറ്റും. കാരണം അടിയിൽ നമുക്ക് മസാല ഉള്ളതുകൊണ്ട് അത് നമുക്ക് വിളമ്പാൻ സൗകര്യത്തിന് വേണ്ടി മേളിൽ നിന്ന് റൈസൊക്കെ മാറ്റി പിന്നെ ഓരോ ഫോയിൽ പാത്രത്തിലേക്ക് ഞാൻ വിളമ്പുകയാണ്. ഈ 2 പീസ് ചിക്കൻ പീസും അതേപോലെ തന്നെ കുറച്ച് റൈസും മസാലയോടുള്ള റൈസും കൂടി ചേർത്ത് നന്നായിട്ട് അതിനെ ഒന്ന് ഇതാക്കിയെടുക്കും. നല്ല രീതിയിൽ പാക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും പാക്ക് ചെയ്യുന്നതൊക്കെ മോനാണ്. അപ്പോഴേക്കും അവൻ വന്ന് ബിരിയാണിയുടെ മുകളിലേക്ക് നമുക്ക് അച്ചാറും കൂടി വയ്ക്കും. അതിൽ തന്നെയാണ് അച്ചാർ വെച്ച് കൊടുക്കുന്നത്. വേറെ പാക്ക് ചെയ്യാറില്ല. ഇതിൽ തന്നെ വെച്ച് കൊടുക്കും. അച്ചാറും വെച്ച് കൊടുത്ത് അവൻ തന്നെയാണ് അതെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി തരും. പിന്നെ അതുപോലെ തന്നെ ബിരിയാണിയിൽ നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയുള്ള ചമ്മന്തിയുണ്ട്. തേങ്ങയും പുതിനയിലയും വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട്. അതും ഞാൻ ഓരോ കവറുകളിലാക്കി പാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ സലാഡും ഉണ്ട്. കുക്കമ്പറും തൈരും സവാളയും എല്ലാം കൂടി ചേർത്തിട്ടുള്ളൊരു സലാഡും ഓരോ കവറുകളിലാക്കി അതും പാക്ക് ചെയ്ത് മാറ്റി വയ്ക്കും. എന്നിട്ട് അത് ഓരോ കവറുകളിലാക്കി മോൻ തന്നെയാണ് അതെല്ലാം റെഡിയാക്കി ഹെൽപ്പ് ചെയ്ത് തരുന്നത്. അവൻ തന്നെ അതെല്ലാം ചെയ്ത് വയ്ക്കും. സാധാരണ ഞാൻ ബിരിയാണിയുടെ കൂടെ ഞാൻ സ്പെഷ്യൽ കൊടുക്കാറുണ്ട്, പായസം അങ്ങനെയുള്ളത്. ഇന്നിപ്പോൾ അതൊന്നും ഇല്ല. ഇന്ന് സമയം കിട്ടിയില്ല. അത് കാരണം ഓരോ പപ്പടവും പൊരിച്ച് അതിനകത്ത് വെച്ച് കൊടുത്ത് കുറച്ച് അവൻ ആദ്യം തന്നെ കൊണ്ടു കൊടുക്കും. എന്നിട്ട് പിന്നെ വന്നിട്ട് വീണ്ടും രണ്ടാമത് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും കിച്ചണാകെ പാത്രങ്ങളൊക്കെ ഇതായി. അതെല്ലാം ഞാൻ റെഡിയാക്കി കഴുകി കൗണ്ടർ ടോപ്പൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത്. ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. ഓക്കെ, ബൈ.